ഈ കാട്ടിലല്ലേ ചേട്ടൻ മാന്ത്രിക മോതിരം ഉണ്ടെന്ന് പറഞ്ഞത്? അതേടി ഈ ഏരിയ തന്നെ, ഈ ഭാഗത്ത് എവിടെയുണ്ട്, ഈ കുളത്തിനരിയിലായിട്ടുണ്ടെന്ന് എന്റെ ഫ്രണ്ട് പറഞ്ഞത്. നമ്മൾ ഈ മാന്ത്രിക മോതിരം എടുക്കാൻ വന്നാന്ന് ആരോടെങ്കിലും പറഞ്ഞോ? എവിടെ? ഞാൻ ആരോടും പറഞ്ഞില്ല. നമ്മളും എന്റെ ഗേൾ ഫ്രണ്ടും ബോയ് ഫ്രണ്ടും അല്ലേ, അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് കറങ്ങാൻ പോകുന്ന ഞാൻ നമ്മുടെ ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞത്. ആ മാന്ത്രിക മോതിരം നമ്മൾ അണി വന്നെങ്കിൽ നമുക്ക് എന്തൊക്കെ ആഗ്രഹങ്ങൾ ഉണ്ട് അതെല്ലാം സാധിക്കാനല്ലേ ചേട്ടാ? അതേടി, നമുക്കിപ്പോൾ ആണെങ്കിൽ ഫ്ലാറ്റ് വേണമെന്ന് പറഞ്ഞാൽ ഫ്ലാറ്റ് കിട്ടും, വേണമെങ്കിൽ സ്വർണം വേണമെന്ന് പറഞ്ഞാൽ സ്വർണം കിട്ടും, എന്ത് വേണമെന്ന് പറഞ്ഞാലും കിട്ടും. പിന്നെ കഥ പറഞ്ഞ് നിൽക്കാനൊന്നും നേരമില്ല, നമുക്ക് എന്തായാലും പെട്ടെന്ന് തരാം മോതിരം. ചേട്ടൻ ഇവിടെ ഒരു തവള ഉണ്ടെന്നല്ലേ പറഞ്ഞത്, അത് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിട്ട്. അതേടി, അതല്ലേ ഡേഞ്ചർ. ആ തവള വല്ലതും വരുന്നുണ്ടോ നീ പ്രത്യേകം ശ്രദ്ധിച്ചോണേ. ഞാൻ നോക്കിക്കോളാം, ചേട്ടൻ അതൊക്കെ തരേ. ആ പാറയുടെ അടുത്ത് എന്തോ ഒരു തിളക്കം കാണുന്നുണ്ടല്ലോ, മിക്കവാറും ആ പാറയിടിക്കിനകത്ത് കാണുമായിരിക്കും ആ മോതിരം. പെട്ടെന്ന് കിട്ടിപ്പോയടി, മോതിരം കിട്ടിപ്പോയി. കിട്ടിയോ? ദേടി, തങ്കം പോലെ സാധനം. തങ്കം പോലെ പറയണ്ട, തങ്കം തന്നെയാണല്ലോ അത്. നമുക്ക് ഇനി ആര് വിരലിടും? നിക്കവിടെ. എടി, ഈ മോതിരം പ്രൊട്ടക്ട് ചെയ്യുന്ന ആരെങ്കിലും ആണോ അത്? ആ, അത് ശരിയാടി. ആ മോതിരം അവിടെ തന്നെ വെക്ക്, എടുത്തെടുത്ത് തന്നെ വെച്ചിട്ട് പോ. എന്തായാലും നമ്മൾ മുന്നോട്ടൊന്നും ആരും വരുന്നില്ലല്ലോ, എവിടെ ഒളിച്ചിരുന്ന് ആരും എന്തോ പറയുന്നു. നമുക്ക് എന്തായാലും ഇതും കൊണ്ട് പോവാം. നീയൊക്കെ അപ്പൊ പറഞ്ഞ അനുസരിക്കില്ലല്ലേ? അവിടെ വെക്കാനാ പറഞ്ഞത് മോതിരം. പേടി, ഒരു ചേച്ചി നിൽക്കുന്നു. എടി, ഏതാണ്ട് മാതൃശക്തിയുള്ള ഏതോ ഒരു ചേച്ചിയാന്ന് തോന്നുന്നു. നമുക്ക് ഇവിടെ വെച്ചിട്ട് പോവാടി. ഞാൻ നേരിട്ട് വന്നിട്ട് നിനക്കൊക്കെ അവിടെ വെക്കാൻ വയ്യുന്നില്ലേ? എന്റെ മോതിരം അത്, എനിക്ക് വേണോ മോതിരം? തവള പ്രൊട്ടക്ട് ചെയ്യുന്നേ ഉള്ളൂ, പക്ഷെ എനിക്ക് വേണോ മോതിരം? കൊച്ചെ, നിനക്ക് എന്നെ കുറിച്ച് അറിയത്തില്ല, ഞാൻ ആരും നിനക്ക് അറിയത്തില്ല. ആരായാലും എന്താ, ഞങ്ങൾക്കൊന്നുമില്ല. ആഹാ, അത്രയ്ക്കായോ? ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. അവിടോട്ട് നിൽക്കുക. തള്ള ഞങ്ങളെ മര്യാദയ്ക്ക് അയച്ചു വിടുന്നുണ്ടോ? ഞങ്ങൾക്ക് നേട്ടാ നിങ്ങളുടെ മോതിരം വേണ്ട, ഒന്നും വേണ്ട, ഞങ്ങളെ വെറുതെ വിട്ടേരെ. ഞാൻ നിന്നോടൊക്കെ മര്യാദയ്ക്ക് പറഞ്ഞു കുറെ നേരമായിട്ട് ആ മോതിരം അവിടെ വെക്കുന്നത്. നീയൊക്കെ കേട്ടോ? അവിടെ കടന്ന് അനുഭവിക്കും. ഞാനും തടി ഈ മോതിരം കൊണ്ട് കടന്നു കളയട്ടെ. ഈ കൊടുങ്കാട്ടിൽ തന്നെ ഞങ്ങളെ കെട്ടിയിടാൻ തോന്നിയിട്ട് നിങ്ങൾക്ക്? തള്ള ഞങ്ങളെ അയച്ചു വിടാം, നിങ്ങൾ വേണ്ടെന്ന് ഞങ്ങൾക്ക് മോതിരം. എടി, എക്സ്പ്രസ് ആണോ സിംഗാണോ? നീ എവിടെ കൊണ്ടുപോടി എന്റെ മോതിരം? ഓ, ഈ പൊണിക്കാമ്പലം എത്തിയോ? ഞാൻ ഇയാളെ കാണാൻ അടിച്ചു മാറ്റിക്കൊണ്ട് പോകാൻ വേണ്ടിട്ടായിരുന്നു. ഞാനതിന് വിട്ടുകൊടുക്കത്തില്ല. എക്സ്പ്രസ് ആണോ? നിന്നോട് നിൽക്കാനാ പറഞ്ഞത്. ഇല്ല പൊണിക്കാമ്പലവും, ഞാൻ കുറെ നാളുകൊണ്ടൊന്നും ഈ മോതിരം നോട്ടിട്ട് വെച്ചേക്കുക. ഞാനത് അത് അടിച്ചു മാറ്റിക്കൊണ്ട് പോകാൻ നിനക്കും തരത്തില്ല. എടി, എക്സ്പ്രസ് ആണോ? നിനക്ക് അറിയാമോ ഞാൻ ആരാന്ന്? ഈ ബോണിക്കാമ്പലത്തിന്റെ അടുത്ത് നിന്റെ കളി നടക്കത്തില്ല കേട്ടോ. എക്സ്പ്രസ് ആണോ? എടി, അവിടെ നിൽക്കാന്. അവള് പോയില്ല. എടി, അവിടെ നിൽക്കാൻ. അയ്യോ, തവളെ പോവല്ലേ, ഞങ്ങളെ അയച്ചു വിട്. എടി, എക്സ്പ്രസ് ആണോ? അവിടെ നിൽക്കാൻ. ഇനി നമ്മൾ ഫ്രണ്ട്സിനോടൊക്കെ എന്തേന്ന് പറയൂടി. ഓ, എന്റെ തൊട്ട് പറയാനുണ്ടോ ഈ പൊണിക്കാമ്പലപ്പോ? ഓ, ഞാൻ എന്റെ കയ്യിൽ നിന്ന് മോതിരം വാങ്ങിച്ചിട്ട് നടക്കത്തുള്ളൂ തോന്നുന്നു. എടി, നിക്കടി, എക്സ്പ്രസ് ആണേ. നീ എന്നെ വെട്ടിച്ച് കടന്നോളെന്ന് വിചാരിക്കട്ടെ, നിന്റെ പുറകെ വരും. ഓ, ഞാൻ എത്ര സ്പീഡിൽ ഓടിയിട്ട് പറ്റുന്നില്ലല്ലോ. വെറുതെ അല്ലേ ഈ സാധനം ഉരുണ്ടാ വരുന്ന ടയർ കൊണ്ട്. അതാ കുറച്ചൊരു സ്പീഡിൽ പോയി എവിടെയെങ്കിലും ഒളിച്ചിരിക്കാം. എടി, നിക്കടി. ശരിയാ, നമുക്ക് അകത്ത് പോകുന്ന കാറ്റൊക്കെ ഉണ്ടായിരുന്നു. എടാ കുട്ടുപോലെ വൈകിട്ട് നമുക്ക് പുറത്തോട്ടിറങ്ങി കളിക്കാം. വാ, ഇപ്പൊ നമുക്ക് അകത്ത് പോവാ. ആരാ ഇപ്പൊ ഇതുവഴി പോകുന്നോണ്ട് തോന്നി? ശരി, ഒരു പിന്നാലെ പോലെ ആരോ ഇതുവഴി പോയി. എപ്പോഴും ആരോ പോയല്ലോ ഇതുവഴി, ഞാൻ കണ്ടില്ല. ഓ, ഒരുവിധം ഞാൻ ഏതോ ഒരു വീടിനകത്ത് കയറി. ആ ബൊണിക്കാവുമ്പോൾ ഇപ്പൊ എന്റെ ബാക്കിൽ തന്നെ ഉണ്ടായിരുന്നു. എന്തായാലും ഇവിടെ നിന്ന് എന്നെ കണ്ടുപിടിക്കത്തില്ല അവൻ. ആ ബോണിക്കാമ്പലം പിന്നെ ഒരു കാരണവശാലും എന്നെ കണ്ടുപിടിക്കത്തില്ല. ഈ മോതിരം ഇവിടെ ഇരിക്കട്ടെ. ഓ, ഇനി കുറച്ചു നേരം ഒന്ന് റെസ്റ്റ് എടുക്കട്ടെ. എത്ര നേരം തുടങ്ങി ഇങ്ങനെ ഓടാന്. ആ ബോണിക്കാമ്പലം ഉരുണ്ടുരുണ്ട് എന്നോട് ബാക്കി ഉണ്ടായിരുന്നു. ഇതാരുടെ ഒരു കട്ടിലാണല്ലോ, ഇവിടെ കയറി കിടക്കാം. ഉറക്കം വരുന്നു എനിക്ക്. ഓ, കുറച്ച് കഴിഞ്ഞിട്ട് എന്തായാലും ആ മോതിരം അണിയണം. എന്നിട്ട് എൻ്റെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് സാധിച്ചെടുക്കാനുണ്ട്, അതെല്ലാം സാധിച്ചെടുക്കണം. ഈ എക്സ്പ്രസ് ഓണ സിംഗർ ആരാണെന്ന് ഞാൻ ലോകരെ മൊത്തം കാണിച്ചു കൊടുക്കും. ഞാൻ കൂടുതൽ പവർഫുള്ളാകും. എന്നിട്ട് ഈ ലോകം മൊത്തം എൻ്റെ കയ്യിലാക്കും ഞാൻ. ഉറക്കം വരുന്നു. അയ്യോ, ആരും ഈ മുറിയിലോട്ട് കയറി വരുന്നുണ്ടല്ലോ. അയ്യോ, എന്നെ അവർ കാണും. ഒരു കാര്യം ചെയ്യാം, ഈ കട്ടിലടിയിലോട്ട് ഒളിച്ചിരിക്കാം. പിന്നെ എങ്ങോട്ട് പോകാനാടാ? നമുക്ക് താഴെ ഇരുന്ന് കളിക്കാലോ. എന്തിനീ മോള് കയറി ഈ റൂമില്? താഴെയാണ് അമ്മൂമ്മ വാർത്ത വെച്ചേക്കും. നമുക്കതിനെ കളിയില്ലെങ്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മളിങ്ങ് വന്നത്. നമുക്ക് പേര് സ്ഥലം കളിക്കാം, സിനിമ പേര്, ഓരോരോ സാധനങ്ങളുടെ പേര്, അതെല്ലാം കൂടെ എഴുതി വെച്ചിട്ട് അത് കളിക്കാം. ഇവിടെ ചൂടാ. ഈ കുട്ടുമലൊന്നും സമ്മതിക്കത്തില്ലോടി. എടാ, വെട്ടം വിളിച്ചോ, കാറ്റൊക്കെ കയറി വരുന്നാണ്ട് ഞാൻ ജനൽ നല്ലതായിട്ട് തുറന്നു കിട്ടെ. പകരം AC
കഴിഞ്ഞാൽ അമ്മ വഴക്ക് പറയാം, അതുകൊണ്ട് അല്ലെങ്കിൽ AC ഇടായിരുന്നു. പകൽ AC ഇട്ട് വന്നിട്ട് വേണം കാന്തിയാർജി കൂടാനും. ഈ ജനൽ അങ്ങോട്ട് തുറക്കുമ്പോഴത്തേക്ക് നല്ല കാറ്റ് വരൂടി. ആഹാ, ഇതുള്ള സ്വർണ്ണമോതിരൊക്കെ ഇവിടെ ഊരി വെച്ചേക്കോന്നു. ഇപ്പൊ സ്വർണ്ണത്തിനെന്താ വിലയാ? ഒരു തരി കിട്ടിയാൽ മതി, അതിനെ അടിച്ചു മാറ്റിക്കൊണ്ട് പോകും. ഓ, ഞങ്ങളുടെ റൂമിൽ ഏത് കള്ളം കയറാനടി? പിന്നെ ഞങ്ങൾക്ക് സ്വർണ്ണമോതിരം ഇല്ലല്ലോ, പിന്നെ ആരുടെ മോതിരം ഇത്? എന്റെ സ്വർണ്ണമോതിരം ഇങ്ങനെ ചേച്ചിന്റെ സ്വർണ്ണമോതിരം അമ്മ ഇങ്ങനെ എടുത്ത് വേറെ ആണെന്ന് പണിഞ്ഞു. ഞങ്ങൾക്ക് 2-3 മോതിരം ഉണ്ടാകുന്നുണ്ട്. അമ്മ പറഞ്ഞു അതിട്ടോണ്ടൊക്കെ സേഫ് ആകുമ്പോൾ അമ്മ എന്താ പറയാ, അതെല്ലാം കൂടെ കൂട്ടി പണിഞ്ഞെങ്കിൽ അമ്മയ്ക്ക് മാല ഉണ്ടാക്കി ഇട്ടു. പിന്നെ ഇതാരുടെ മോതിരം? എവിടെ നോക്കട്ടെ. ഇത് കണ്ടിട്ടില്ലല്ലോ ഈ മോതിരം ഇവിടെ. അമ്മ ഇവിടെ വെച്ചായിരിക്കും ഇവിടെ. എടാ, അമ്മയ്ക്ക് ഇങ്ങനത്തെ മോതിരമൊന്നുമില്ല. അമ്മയുടെ മോതിര കളക്ഷനൊക്കെ എനിക്കറിയാവുന്ന. പിന്നെ എങ്ങനെയല്ലേ ആകാശത്തൊന്ന് പറഞ്ഞു വന്നു? നീ അമ്മയോട് പോയി ചോദിക്കാം അമ്മയുടെ ആണോന്ന്. ഞാൻ എന്താ അമ്മയോട് ചോദിക്കട്ടെ? അല്ലെങ്കിൽ വേണ്ട, ഞാൻ എടുത്തത് വെച്ചേക്കാം. എനിക്ക് ഭയങ്കര ഇഷ്ടം മോതിരം. അമ്മ അറിഞ്ഞാൽ അമ്മ എനിക്ക് മോതിരം തരത്തില്ല. അമ്മ പറഞ്ഞു ഞാൻ എനിക്ക് ഡേഞ്ചറാണ് കൊണ്ട് നടന്നു കഴിഞ്ഞാൽ, അതുകൊണ്ട് പിന്നെ മോതിരം തരത്തില്ല. ഞാൻ ഏതായാലും അമ്മ അറിയാതെ എടുത്ത് മാറ്റി വയ്ക്കാൻ പോവാം. എന്തെങ്കിലും ദൂരേക്ക് എവിടെയൊക്കെ പോകുമ്പോഴത്തേക്ക് അമ്മ കാണാതെ ഇട്ടോണ്ട് പോവാം. എങ്ങനെയുണ്ട് ഇവിടെ? കൊള്ളാമോ? എനിക്ക് ഇത് കണ്ടിട്ടാണെങ്കിൽ ബ്രേസ്ലെറ്റിന്റെ അത്ര ഉണ്ടല്ലോ, ഭയങ്കര വലിപ്പം. ഇതാ നടക്കുന്നു. എന്താ കണ്ടത് അവന് വേണോ? എനിക്കത് ചേർത്തൊന്നുമില്ല. ഇടയ്ക്കൂടെ അവനും കൂടെ ഒന്ന് മാറി മാറി ഇരുന്ന് ചെയ്യും. ആ കൊച്ചിന്റെ മോതിരം എടുത്ത് കൈവിരലിൽ അണിഞ്ഞല്ലോ. അയ്യോ, അത് എത്രയും പെട്ടെന്ന് എനിക്ക് വാങ്ങിച്ചെടുക്കണം. മുടിക്കാമ്പലമ്മന്റെ കയ്യിൽ നിന്ന് വരെ ഞാൻ എടുത്ത് ഇവിടെ കൊണ്ടുവന്നത്. അപ്പോഴല്ലേ ഈ പീറ കൊച്ചുങ്ങള്. പിള്ളേരെ നിങ്ങളെല്ലാം ഫോണിലാന്നോ? ഇങ്ങോട്ട് വാ, ദേ അമ്മ പഴംപൊരി ഉണ്ടാക്കി വെച്ചേക്കുന്നു എല്ലാവരും കൂടെ. പഴംപൊരി ചായ ഉണ്ട്. പഴംപൊരിയും ചായ? എന്താ പറഞ്ഞു? പഴംപൊരി ചായ. പഴംപൊരി ചായ കേട്ടപ്പോ രണ്ടും ഓടിയല്ലോ. മോതിരൊന്നും വേണ്ട ആർക്കും. എനിക്കൊരു 3 പഴംപൊരി മതി, ഒരു ചായ. മോളേക്ക് ഇങ്ങനെ വാ, ഇറങ്ങി വാ. എന്റെ മോതിരം ഉപയോഗിച്ച് അവള് നേടിയെന്ന് കണ്ടില്ലേ? 3 പഴംപൊരി ഒരു ചായ. അവളത് മനസ്സിൽ ചിന്തിച്ചതേ ഉള്ളൂ, അപ്പം തന്നെ അവൾക്ക് കിട്ടി. ഞാനെങ്കിൽ അവിടെ നിന്ന് ഇത്രയും ദൂരം കൊണ്ടുവന്നു ഈ മോതിരം. എനിക്ക് എന്തെങ്കിലും ഒരു സാധനം ആവശ്യപ്പെടാൻ പറ്റുമോ? എനിക്ക് എന്തെങ്കിലും കിട്ടിയോ? അതിന് മുമ്പേ അവൾ തട്ടിയെടുത്തത് കാണിച്ചു കൊടുക്കാൻ ഞാൻ. എനിക്കത് കിട്ടിയേ പറ്റൂ. കഴിക്കും മക്കളെ, എടുത്ത് കഴിക്കേ. അമ്മനെ എടുത്ത് കഴിക്കേ. ഇഷ്ടംപോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ആവശ്യത്തിന് എടുത്ത് കഴിക്കേ. കഴിക്കുക ഇങ്ങനെ. അതിനെന്താ പറയുന്നത്? എനിക്ക് മനസ്സിലായില്ല. എന്തോന്നൊക്കെ ഇങ്ങനെ ഈ പറയുന്നത്? പോ മോളെ, നീ അടുക്കളയിൽ എടുത്തോണ്ട് വന്നായിരിക്കും ഇപ്പൊ. ഇതെന്തൊക്കെ ഇങ്ങനെ ഈ പറയുന്നത്? ഉറപ്പിച്ചല്ലാണോ? മൊബൈൽ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ മൊബൈൽ ഉണ്ടായിരുന്നു, ക്യാമറയ്ക്ക് അത്ര കാണിക്കായിരുന്നു. ഫോണോ? ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? ഞാൻ പറഞ്ഞത് വിശ്വാസമായോ? ഞാൻ മുമ്പ് ഇതുവരെ പഴംപൊരി വേണമെന്ന് ആഗ്രഹിച്ചപ്പോ തന്നെ എനിക്ക് പഴംപൊരി കിട്ടിയത്. ഇപ്പൊ ഞാൻ ഫോൺ വേണമെന്ന് ആഗ്രഹിച്ചപ്പോൾ ഫോൺ വന്ന്. ഹായ്, നല്ല സൂപ്പർ ഫോൺ. എടി, ഇത് ഏത് ഫോണെന്ന് അറിയാമോ? നീ കോൾ അടിച്ചല്ലോ. 17 Pro Max. എന്റെ പൊന്നെ, ഭയങ്കര വില കൂടിയ ഫോണല്ലേ മോളെ ഇപ്പോഴത്തെ? എന്നും പറഞ്ഞ് നിന്റെ ഇതൊക്കെ തന്നേക്കാനല്ലേ? ഇതിവിടെ മാറ്റി വെച്ചേക്കും. നിനക്ക് പ്രായം ആട്ടെ, അപ്പത്തേക്ക് കൈ തരാത്. എടി, എന്നാലും എനിക്ക് തലയ്ക്ക് വെളിവ് കിട്ടുന്നില്ല ഇതൊക്കെ കണ്ടിട്ട്. അവൾക്ക് അത് പഴംപൊരി കിട്ടിയെന്ന് പറഞ്ഞതേ. ഇപ്പൊ നമ്മൾ കൺമുമ്പ് വെച്ചതല്ലേ അവൾക്ക് ഫോൺ കിട്ടിയത്. എന്ത് പണി? അതാ നിങ്ങൾ പറ. അപ്പൊ തോന്നലായിരുന്നു നമ്മുടെ. ഇത് കണ്ടില്ലേ? 17 Pro Max കയ്യിരിക്കുന്നത്. ഇതിനപ്പുറം വല്ല തെളിവുണ്ടോ ഇനി? ചിലപ്പോൾ അത് അവൻ ആഗ്രഹിച്ച സാധനമായിരിക്കും. ഞാൻ സ്വന്തമായിട്ട് എനിക്ക് ആഗ്രഹിക്കട്ടെ എന്തെങ്കിലും, അപ്പോൾ എനിക്ക് കിട്ടുമായിരിക്കും. എനിക്ക് ഇഷ്ടമുള്ള സാധനം എന്തെങ്കിലും ആഗ്രഹിക്കട്ടെ. എനിക്ക് എന്താ വേണ്ടത്? എനിക്ക് ന്യൂഡിൽസ് വേണം. കണ്ടോ, അപ്പൊ എനിക്ക് എന്റെ ന്യൂഡിൽസ് മനസ്സിലായത്. ഞാൻ ആഗ്രഹിക്കുന്ന സാധനങ്ങൾ കിട്ടുന്നത്. അവൾ ആഗ്രഹിക്കുന്ന സാധനങ്ങൾ കിട്ടണമെങ്കിൽ എന്തെങ്കിലും മറുപാടുണ്ടല്ലോ. അവൾ ആ കൈ മോതിരം അണിഞ്ഞതിന് ശേഷം അതിങ്ങനെ സംഭവിച്ചത്. ഞാനൊന്ന് വാങ്ങിച്ച് അടിഞ്ഞ് നോക്കിയാലോ? അല്ലെങ്കിൽ ഇവരോട് എല്ലാവരും കാര്യം പറയാം. ആന്റി, എനിക്ക് എന്താ ഒരു കാര്യം പറയാനുണ്ട്. ഇങ്ങനെ ചറ സാധനങ്ങൾ കിട്ടുന്നുണ്ടോ? അതിന്റെ കാരണം എന്താന്ന് ഞാൻ പറഞ്ഞുതരാം. എന്താ കാരണം? എന്തായാലും ഈ വീട് മൊത്തം സാധനങ്ങൾ കൊണ്ട് നിറഞ്ഞെന്തായാലും. അവളുടെ കയ്യിൽ അതിന്റെ ഒരു മോതിരം കിടക്കുന്നുണ്ടോ? ആ മോതിരം എനിക്ക് ഞങ്ങൾ അവിടെ റൂമിൽ തന്നെ കിട്ടിയതാ. ആ ആന്റിയുടെ ഒരു മോതിരം നോക്കിക്കേ. മോതിരോ? എന്റെ മോതിരം എങ്ങനെ അവരുടെ റൂമിൽ വരും? ഇല്ല, ഞാനവിടെ കൊണ്ടുവച്ചില്ലല്ലോ. എന്തേ മോളെ കാണിച്ച മോതിരം കാണിച്ചേ? ശരി, അമ്മ എല്ലാം തുടച്ചു. എന്തൊക്കെ ഇങ്ങനെ പുറകുറുക്കുന്നത്? കാണിച്ച മോതിരം. അമ്മമ്മ സ്വർണ്ണ മോതിരം അത്. ഇതാ മോതിരം. അയ്യോ മോളെ, ഇത് എന്റെ മോതിരം അല്ലേ? ഇത് എന്റെ മോതിരം അല്ല. പിന്നെ എങ്ങനെ വന്നു ആ റൂമില്?
എന്തായാലും ആ മോതിരത്തിന് ദിവ്യശക്തി ഉള്ളതുകൊണ്ടല്ലയോ നീ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ആ കയ്യിലെങ്കിൽ ആ മോതിരം ഇട്ടേക്കുന്നുണ്ടാ. പിന്നെ അങ്ങനെയുള്ള മോതിരമൊന്നും എന്തായാലും എനിക്കില്ല. പക്ഷെ ഇത് എവിടുന്ന് കിട്ടി, എങ്ങനെ വന്നു എന്നൊക്കെ നമ്മൾ അന്വേഷിക്കട്ടെ ചാരതേ. മേപ്പാടിയിലെ ആ ജോത്സ്യരെ പോയി ഒന്ന് കണ്ടാലമ്മേ. എന്തിനാ അമ്മ അവൾക്ക് ഓരോ സാധനങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്? പിന്നെ എന്താ ഇതിനെ കൊണ്ട് ഉപദ്രവമൊന്നുമില്ലല്ലോ. അത് ശരി ആന്റി, എന്തിനാ വെറുതെ നശിപ്പിച്ച് കളയുന്നത്? നമുക്കിത് 17 Pro Max വരെ കിട്ടിയത്. എനിക്ക് ഇനി ഒരുപാട് കളിപ്പാട്ടങ്ങൾ കിട്ടാനുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ അപ്പോൾ അവരവരുടെ ആഗ്രഹങ്ങൾ സാധിക്കണമെങ്കിൽ അവരവരുടെ കയ്യിൽ ആ മോതിരം എടുത്ത് അണിയണം അല്ലേ? വേണ്ട അമ്മ, അതൊന്നും ശരിയല്ല. ഇങ്ങനെ കിട്ടുന്നത് നമുക്ക് എനിക്ക് തോന്നുന്നില്ല, ആപ്റ്റായിട്ട് തോന്നുന്നില്ല. എന്തിനാ അമ്മ വന്ന് കയറിയത് വെറുതെ എടുത്ത് കളയുന്നത്? ഞങ്ങളായിട്ട് അവിടെ പോയി മോഷ്ടിച്ചൊന്നുമല്ലല്ലോ, ഞങ്ങൾ റൂമിൽ ഇരുന്നതല്ലേ. ശരി, എവിടുന്നും കളഞ്ഞു കിട്ടിയതല്ല. എന്നാലും എനിക്ക് എന്തോ പോലെ മോതിരം ഇവിടെ തരുന്നുണ്ടോ? അതാരാ പിള്ളേരെ? ആന്റി അല്ലേ പറഞ്ഞത്? എന്തിനാ അമ്മണി ഞാൻ പറയുന്നത്? ശാരദയുടെ സൗണ്ട് പോലെ എനിക്കും തോന്നിയത്. ഇതെന്ത് വന്നോന്ന് ഇപ്പൊ എല്ലാവർക്കും ബാധ കയറിയോ? മോതിരം തരാൻ ഇവിടെ. അയ്യോ ശാരദ അല്ലല്ലോ, ശാരദ വായ നിൽക്കില്ലല്ലോ. ഈ മോതിരം ആരാ കൊണ്ടുവച്ചെന്ന് പറഞ്ഞ ആ ആള് തന്നെ എനിക്ക് ചോദിക്കുന്നത്. അയ്യോ, എനിക്ക് പേടിയാവുന്നു. മോള് നീ ആ മുറി കൊണ്ടുവയ്ക്കും മോളെ. മോതിരം എവിടെ ഇരുന്ന് വെച്ചാൽ അവിടെ തന്നെ കൊണ്ടുവയ്ക്ക്. ആരാന്ന് വെച്ചാൽ അവരെ എടുത്തോണ്ട് പോട്ടെ. ഇത് പിന്നെ എനിക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ കിട്ടാനുള്ളൂ. പിന്നെ അങ്ങനെ വെറുതെ കൊണ്ടുവയ്ക്കാനില്ലേ? എനിക്ക് സ്പൈഡർമാൻ വേണം, അയൺമാൻ വേണം, പിന്നെ എനിക്ക് യൂണിക്കോൺ കുറെ വേണം. അയ്യോ ആന്റി, എനിക്കൂടെ വേണം കുറെ സാധനങ്ങൾ. ഇപ്പഴേ കൊടുക്കല്ലേ? ആ സാധനങ്ങളും ചോദിക്കുന്ന കേട്ടില്ലേ? എന്റെ മോതിരം താ. അയ്യോ അത് കൊണ്ടുവച്ച ആള് ഞാൻ വയലന്റ് ആവുന്നതിന് മുമ്പ്. അത് ഞാനും പറഞ്ഞത് മോളെ പ്രശ്നം ഉണ്ടാക്കുന്നത് കൊണ്ടുവയ്ക്കാന്. ഇല്ല ഇല്ല ഇല്ല, ഞാൻ കൊടുക്കത്തില്ല. ശരിയാ, കൊടുക്കത്തില്ല അമ്മണി, ഞാൻ ഒട്ടും കൊടുക്കത്തില്ല. ആഹാ, നീയൊക്കെ തരത്തില്ലേ? അയ്യോ, ഇവിടെ താവച്ചേ മൊബൈല്. അയ്യോ മോളെ കൊടുക്കും മോളെ എളുപ്പം മോതിരം. നിനക്കൊക്കെ ഞാൻ ഒന്നും തരത്തില്ല, മോതിരം അടക്കം. എന്തൊക്കെ ഇങ്ങനെ നീ പറയുന്നത്? നിനക്കൊന്നും തലയ്ക്ക് വെളിവൊന്നുമില്ല. ഇത് ആരെ നിൽക്കുന്നറിയോ? എക്സ്പ്രസ് ആണ് നിങ്ങൾ അവരോടൊന്ന് കളിക്കാൻ പോകുന്നത്. നമുക്ക് എക്സ്പ്രസ് പിന്നെ മൊബൈലും വേണ്ട, മോതിരം വേണ്ട, ഒന്നും വേണ്ട. എടുത്ത് കൊടുക്കാൻ നോക്ക്. കൊടുക്കും മോളെ, എടുത്ത് കൊടുക്ക്. തന്നില്ലേ പിടിച്ച് വാങ്ങിക്കാൻ എനിക്കറിയാം. അമ്മ എന്തോ പിള്ളേർ കാണിച്ചത്? ആ പിള്ളേർ എന്താ അതിൻ്റെ കൂടെ ഓടിപ്പോയല്ലോ? ഇടി നമുക്കിനി ഒട്ടും സമയം കളഞ്ഞ പിള്ളേർ കണ്ട അതിനായി ശ്രമിച്ചിരിക്കുക. നമുക്ക് പോവാം അവരെ രക്ഷിക്കാന്. അയ്യോ എനിക്ക് ഓടി ഓടി വയ്യ. മക്കളെ നിൽക്കും മക്കളെ, നിങ്ങൾ ആ മോതിരം കളഞ്ഞിട്ട് തിരിച്ചു വാ. മോതിരം എന്താ? എടി എക്സ്പ്രസ് ആണ് അവിടെ നിക്കടി. നീ എന്റെ മോതിരം കൊണ്ട് കടന്നു കളയല്ലേ? ഓഹ്, ഇയാളെന്റെ പുറകെ ഒന്ന് വീണ്ടും. എന്തൊക്കെ മേடம் നടക്കുന്നത്? ബോണിക്കാമ്പലം മുതൽ മോതിരത്തിന് വേണ്ടിയിട്ട് നീ എക്സ്പ്രസ് ഓണിന്റെ പുറകെ ഓടുന്നത്. ഇനി പിള്ളേരെ അവർ രണ്ടോട് അല്ലെങ്കിൽ ശരിയാക്കും. വാ പെട്ടെന്ന് വാ. എനിക്ക് തന്നെ കിട്ടിയത്. നിക്കടി അവിടെ, എന്റെ മോതിരം കാണി. അയ്യോ, ഇത്ര ഓടിയത് വെറുതെ. അയ്യോ, ആ എക്സ്പ്രസ് ഓണിക്കാണ് കിട്ടി. പക്ഷേ ആ മൊടിക്കാമ്പലം പിടിച്ച് വാങ്ങിക്കുമായിരിക്കും. അവർ രണ്ടോടെ പൊരിഞ്ഞടിയായി. എന്തോ ആൾക്കാർ ഇവിടെ നിങ്ങൾ കാണിക്കുന്നത്? നിങ്ങൾ എന്തിനാ അവരോടൊക്കെ പോയി കളിക്കാൻ നിൽക്കുന്നത്? നല്ല ആൾക്കാരോട് നിങ്ങൾ കളിക്കാൻ നിൽക്കുന്നത് കേട്ടോ. അയ്യോ ദോ നോക്കിക്കോ, രണ്ടുപേരും തന്നെ അവിടെ കെട്ടിയിട്ടേക്കുന്നത്. ഞങ്ങളെ ഒന്ന് അഴിച്ചു വിടാവോ? നിങ്ങളെ ആരും ഇവിടെ കെട്ടിയിട്ടത്? എന്താ പറയണ്ടേ, ഞങ്ങളാണെങ്കിലേ ആ മോതിരം എടുക്കാൻ വേണ്ടിട്ട് വന്നത് ഇവിടെ. എന്നിട്ട് ഞങ്ങൾ മോതിരം എടുത്തോണ്ട് നിൽക്കുമ്പോഴത്തേക്കാണെങ്കിൽ എക്സ്പ്രസ് ഓണാണോ നിങ്ങൾ പറഞ്ഞ പേര്? ആ ബൊടിക്കാമ്പലാവോ അങ്ങനെയൊക്കെ ഞങ്ങൾ ഇപ്പോഴും അറിയുന്നത്. അവരുടെ പേരൊക്കെ അവർ ബ്രെയിൻ ഡോട്ടാന്നൊക്കെ ഞങ്ങൾ ഇപ്പോഴും അറിയുന്നത്. അവരാണെങ്കിൽ ഞങ്ങളുടെ കയ്യിലാണെങ്കിൽ ഈ മോതിരം പിടിച്ച് വാങ്ങിച്ചോണ്ട് ഓടി രണ്ടുപേരുടെ. എന്നിട്ട് ഞങ്ങളാണെങ്കിൽ ഇവിടെ കെട്ടിയിട്ട്, പക്ഷേ ഈ കയറുകൊണ്ടല്ല ആദ്യം കെട്ടിയത്. ആദ്യം ഞങ്ങളാണെങ്കിൽ ഒരു വലയിട്ടാ കെട്ടിയത്. അത് കഴിഞ്ഞ് കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവരെ ഓടിപ്പോയി. പിന്നെ നമുക്ക് ഏതോ ഒരു കാട്ടാളാണെങ്കിൽ വന്നിട്ട് ആ വല അഴിച്ചു തന്നു. ഞങ്ങളെ വെച്ച് ഞങ്ങളെ രക്ഷപ്പെടുത്താനായിരിക്കുന്നു. എന്നിട്ട് അയാൾ എന്തെന്ന് അറിയോ, ഈ കയറിട്ട് കെട്ടി തന്നു ഞങ്ങൾക്ക്. അയ്യോ, നിങ്ങളോട് ആരെങ്കിലും പറഞ്ഞു ഇവിടെ കാട്ടി വന്നിങ്ങനെ മോതിരമൊക്കെ എടുക്കാന്? അത് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞത് ഇങ്ങനെ ഒരു മോതിരം ഉണ്ട്, നമ്മുടെ എന്താ ആഗ്രഹവും സാധിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്ന് എടുക്കാൻ വന്നത്. ഓ, അപ്പൊ അങ്ങനെ ആയിരിക്കും ഇത് ഞങ്ങളുടെ വീട്ടിൽ വന്നത്. അവരാണെങ്കിൽ മോതിരം കൊണ്ട്. എന്തായാലും ഒരു മോതിരം കൊണ്ട് പോയെങ്കിലും നിങ്ങളെ രക്ഷിക്കാൻ പറ്റിയില്ല ഞങ്ങൾക്ക്. ഓ താങ്ക് യു ആൻറ്റി, കയറി അഴിച്ചു തന്നതിന്. ദേ രണ്ടാളും ഇങ്ങനെ ഫ്രണ്ട്സൊക്കെ പറയുന്നത് കേട്ടോണ്ട് ദേ ഇങ്ങനെ മോതിരം അതും ഇതൊക്കെ എടുക്കാൻ നടക്കരുത് കേട്ടോ വീട്ടിൽ പറയാതെ. ഇല്ല ഇനിയും പോകത്തില്ല ഞങ്ങളിനി. ഒരു പാലം പഠിച്ചിപ്പം. എന്നാലും ഈ പിള്ളേരുടെ ഒരു കാര്യമേ, ഇവരിത് ആ മോതിരം കൊണ്ട് ഓടിയത് പിള്ളേര്. നിങ്ങളുടെയൊക്കെ മക്കളാണ് ഇത്. കൊള്ളാൻ ഇവരും. മോതിരം കിട്ടിയത് അതും ഇല്ല, ഞങ്ങൾ വെറുതെ ഓടിയത് മിച്ചം. എന്നാലും ആ 17 Pro Max മാത്രം കിട്ടി കേട്ടോ. അതെന്റെ പോക്കറ്റിൽ കിടപ്പുണ്ട്. അത് നിനക്ക് കിട്ടിയെന്നടി. അപ്പോൾ ഓടിയതുകൊണ്ട് എന്തെങ്കിലും ഒരു മിച്ചം ഉണ്ടായല്ലോ. നമുക്കെന്തായാലും ഈ മൊബൈലേ മാറി മാറി ഉപയോഗിക്കാം. ഞങ്ങൾക്കൂടെ തരണേ. അതിനെന്താ തരല്ലോ.